കുറച്ചധികം ആൾക്കാരെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിക്ചർ തന്നിട്ട് ഇത് ആരാണ് എന്ന് ഹിന്ദിയിൽ എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പൊ മക്കൾ ബുദ്ധിമുട്ടാൻ പാടില്ല. ഈ ആദ്യം തന്നിട്ടുള്ള എന്താണ്? ഞണ്ടാണ്, ക്രാബാണ് അല്ലെ. ക്രാബിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്? കേക്കിട എന്നാണ് പറയുന്നത്. നോക്കിക്ക്, എന്താണ്? കേക്കിട എന്നാണ് പറയുന്നത്. ടോർട്ടോയിസ് ആണ് അടുത്തതെന്നുള്ളത്. ആമയാണ് അല്ലെ. ആമയ്ക്ക് നമ്മൾ കച്ചുവ എന്നാണ് പറയാറ് അല്ലെ. കച്ചുവ. ആ ചാ എന്നും മാറി പോകാൻ പാടില്ല. ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ മക്കൾ നോക്കണം കേട്ടോ. പിന്നെ മേണ്ടക്കാണ്, ഫ്രോഗ് ആണ്, തവളയാണ്. തവളയ്ക്ക് നമ്മൾ മേണ്ടക്ക് അല്ലെ. മേണ്ടക്ക് എന്നെങ്ങനെയാ എഴുതുന്നത് നോക്കിക്കേ. മേണ്ടക്ക് എന്നിട്ട് പറഞ്ഞിട്ട് എന്താണ്? ഇവിടെ കുത്തൊന്നും ഇടാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത് കേട്ടോ. മേണ്ടക്ക് എന്നുള്ളത് കേട്ടോ. പിന്നെ അടുത്ത എന്താണ്? ബഗുലയാണ്. ബഗുല എന്ന് വെച്ചാൽ എന്താണ്? വെള്ളക്കൊക്ക്. വെള്ളക്കൊക്കിന് നമ്മൾ ബഗുല എന്ന് പറയും. ബഗുല അല്ലെ. നോക്കിക്കേ, ബഗുല എന്ന് എഴുതുന്നു. ഫിഷിന് എന്താ പറയാന്ന് എല്ലാവർക്കും അറിയാം. മച്ചലിയാണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. നോക്കിക്കേ, മച്ചലി അല്ലെ. മച്ചലി എന്ന് എഴുതുന്നു. ഓക്കെ. ഇനി അടുത്ത എന്താണ്? കൊട്ടയാണ്. കൊട്ടയ്ക്ക് നമ്മൾ ടോക്കരി എന്നാണ് പറയുന്നത്. ടോക്കരി. ടോക്കരി. ടായൊന്നും മാറി പോവാൻ പാടില്ല. ഓക്കെ. അടുത്ത എന്താണ്? കുളമാണ്, പോണ്ടാണ്. പോണ്ടിന് നമ്മൾ താലാബ് എന്നാണ് പറയുന്നത് അല്ലെ. നോക്കിക്കേ, താലാബ് എന്ന് എഴുതുന്നു അല്ലെ. നോക്കിക്കേ, താലാബ്. അടുത്ത വീടാണ്, ഹൗസ് ആണ്. വീടിന് നമ്മൾ ഘർ എന്നാണ് പറയുന്നത്. ഗ എന്ന് പറയുന്നത് ഈ ഗായാണ് നമ്മൾ ഉപയോഗിക്കുക. ഘർ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.